എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ആഴ്ച ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ ആണ് ഇടാറ്. ഈ പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയാട്ടോ. പേരറിഞ്ഞൂടാ, പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലാണ്. എൻ്റെ വീട്ടിൽ മോള് വന്നിട്ടുണ്ട്. മോൻ വെള്ളിയാഴ്ച വരും കേട്ടോ, 20-ാം തീയതി. അവൻ മസ്കറ്റിലാണ്. അവൻ അവിടുന്ന് ലീവായിട്ട് വരികയാണ് ഒരു മാസത്തേക്ക്. മോള് അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഷോർട്ട് വീഡിയോ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും എന്നെ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ മാത്രം കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. റോസാപ്പൂവിൽ റോസാ ചെടിയിൽ നല്ല ഭംഗിയുള്ള മഞ്ഞ റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ പൂവാണ്. എപ്പോഴും അതിലൊരു പൂവ് അല്ലെങ്കിൽ 2 പൂവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ചെടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഇലകൾ കണ്ടോ, നേരത്തെ കാണിച്ചപ്പോൾ നല്ല റെഡായിരുന്നില്ല. ആ ഇലകളുടെ നിറം അങ്ങനെ കുറഞ്ഞ് വേറൊരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണിക്കാനില്ലെന്ന്, ചെടികൾ വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രൂണിങ് ചെയ്ത കൊങ്ങിണി ചെടിയിൽ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ചെമ്പരത്തി ചെടിയിൽ പൂക്കളുണ്ട്. സാധാരണ അടീനിയത്തിൽ പൂക്കളുണ്ട്. മറ്റേലൊന്നും അങ്ങനെ പൂക്കൾ വന്നിട്ടില്ല. വളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പൂക്കൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, മടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഷോർട്ട് വീഡിയോ എല്ലാവരും കാണണം. ചിണ്ടൻകുഞ്ഞിനെയും ജൂലിക്കുട്ടിയെയും ഒക്കെ കാണണം കേട്ടോ. എൻ്റെ കൂടെ ചിണ്ടൻകുഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ അവനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെന്താ പറയുക, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വലിയ സന്തോഷത്തിലാണ്. ഒരു വർഷം കൂടി മോൻ വരാൻ പോവല്ലേ. പിന്നെ മോളാണെങ്കിലും കല്യാണം കഴിഞ്ഞ് തൃശ്ശൂരായതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. അപ്പോൾ മോൻ വരണത് കൊണ്ടാണ് അവളും കൂടി വന്നേക്കണത് കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോൾ അവളും തിരിച്ച് അങ്ങോട്ട് പോകും, ഞങ്ങളും അവളുടെ കൂടെ അങ്ങോട്ട് പോകും. പിന്നെന്താ പറയുക, ഇപ്പോൾ കാണിച്ചുണ്ടോ, അതൊരു നമ്മുടെ പൂച്ചവാലൻ ചെടി ഒരു തൈ നട്ടത് പിടിച്ചതാണ് കേട്ടോ. ഇതെല്ലാം മുളക് ചെടികളാണ്. നമ്മുടെ കാശ്മീരി മുളകിൻ്റെ തൈകളാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇനി മാറ്റിയൊക്കെ നടണം. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നടക്കുമോ എന്നറിയില്ല, എങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഞാൻ നട്ടൊരു കപ്പങ്ങ മരമാണ് കേട്ടോ. അത് നമ്മുടെ ഇവിടെ അത്രയ്ക്ക് സ്ഥലമില്ലല്ലോ. ഇതെല്ലാം കാന്താരി മുളകാണ്. ഒരു തക്കാളി ചെടി മുളച്ചിട്ടുണ്ട്. മുഴുവനും നല്ല കാന്താരിയാണ് കേട്ടോ. തുളസി ചെടിയാണിത്. കാന്താരി, ചീര ഒക്കെ ഉണ്ട്. അങ്ങനെ അധികം കൃഷികളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്താ കാണിക്കാൻ പോണതെന്ന് വെച്ചാൽ, നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വളവും വെള്ളവും ഒന്നും മാത്രം പോരാ, ഇങ്ങനത്തെ കുറച്ച് ടൂൾസും കൂടി വേണം കേട്ടോ. ഇതൊക്കെ കുറേ പഴയതാണ്. നമ്മൾ ഉപയോഗിച്ച ശേഷം നന്നായി കഴുകി വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ടേ ഉള്ളൂ, കഴുകാൻ പോണേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം മണ്ണ് കുത്തി കൊടുക്കാനും ചെടികൾ കട്ട് ചെയ്യാനും ഇളക്കി കൊടുക്കാനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കൂടിയൊക്കെ വാങ്ങിച്ച് വെക്കുക. ഈ ഒരു കത്രികയും നമുക്ക് ചെറിയ പൂക്കളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. മറ്റേ കത്രിക നമുക്ക് കൊമ്പുകളൊക്കെ, ചെടികളുടെ കൊമ്പുകളൊക്കെ മുറിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടിയൊക്കെ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചിണ്ടൻകുഞ്ഞ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇത്രയും നാളായിട്ടും ചെടികൾ വളർത്തുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ചെടികളുടെ വീഡിയോ കാണിക്കുമ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ ടൂൾസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളതൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ ചെടികൾ വളർത്തുമ്പോൾ. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ.